ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ അമ്മ വീട് വീഡിയോയുടെ പാർട്ട് 3 ആണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ വീട്. അപ്പം ഇതിന് മുന്നേ ഇട്ട 2 പാർട്ട് നിങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കല്ലേ. കേട്ടോ നമ്മുടെ അമ്മ വീടും പരിസരങ്ങളൊക്കെ. എന്താ രാവിലെ കോഴിക്കോടൊക്കെ തുറന്നു വിട്ടതേ കോഴികളൊക്കെ ഇതാ പറമ്പിൽ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പശുവിനെ കഴിച്ച് പറമ്പിൽ തന്നെയായിരുന്നു കേട്ടോ കെട്ടിയതേ. അപ്പം നമ്മുടെ ഇതാ വെള്ളക്കൊക്ക് ഈ ചുറ്റുവട്ടത്തോടെ തന്നെ നടക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ടേ വെള്ളക്കൊക്കിന് കൂട്ടായിട്ടൊരു കാക്കയും കൂടി വന്നിട്ടു. കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്ന് പറഞ്ഞ പോലെ കാക്കയും കൊക്കും കൂടെ ഒന്നിച്ച് വന്നതാണോ എന്ന് സംശയമുണ്ട്. പിന്നെ നമ്മൾ ആടിനെയൊക്കെ കൊണ്ട് പറമ്പിൽ കൊണ്ട് കെട്ടിയായിരുന്നല്ലോ, അതിനെയൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി കെട്ടാമെന്ന് എഴുതി ഞാൻ വീണ്ടും പറമ്പിലോട്ട് ഇറങ്ങി കേട്ടോ. ആടൊക്കെ ദാ ഇവിടെ ഓരോ സ്ഥലത്തോടെ കയറി റെസ്റ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിനെയൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി കെട്ടാം. ആടിൻ്റെ അടുത്തും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെള്ളക്കൊക്കുകളെ. ആട്ടും കുഞ്ഞുങ്ങളെല്ലാം പാറപ്പുറത്ത് പോയി കിടപ്പുണ്ട്. ബാക്കി നമ്മൾ കെട്ടിയതുമല്ല ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനങ്ങനെ ഓരോ ആടിനെയൊക്കെ അഴിച്ച് മാറ്റി കെട്ടാം. അതാണ്ടോ കാലയിലൊക്കെ ചുറ്റി പിണഞ്ഞ് നിൽക്കുകയാണ് കുസൃതി കുടുക്കകൾ. അപ്പോൾ ഇനി നമുക്ക് ഇതുങ്ങളെയൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരി തണലൊക്കെ നോക്കി കെട്ടാം കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ആടിനെയൊക്കെ അയച്ചു. എനിക്ക് ആടിനെ നോക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പശുവിനെ നോക്കുന്നേക്കാളും ഇഷ്ടം ആടിനെ നോക്കുന്നതാണ് കേട്ടോ. എന്ത് ചെയ്താലും ഇത് വരില്ല കേട്ടോ. അത് അവളവിടെ കിടന്നങ്ങ് സുഖം പിടിച്ചു പോയി. അങ്ങനെ ഞാൻ എന്താ അതിനെ അവിടെ മാറ്റിയൊരു തണലത്ത് കെട്ടിയിട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളതിനെ മാറ്റി കെട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് പോവാണ് വീഡിയോ സ്പീഡിലാക്കിയിട്ട് കേട്ടോ. അവർ വെയിലത്തായിരുന്നു നിന്ന്. ഇനി അതുങ്ങളൊക്കെ നമുക്ക് തണലത്തോട്ട് മാറ്റി കെട്ടാം. കുഞ്ഞുങ്ങളെ നമ്മൾ അഴിച്ചു വിട്ടേക്കാണ് കേട്ടോ, കെട്ടിയിട്ടില്ല. അപ്പോൾ ദാ ഇവരെയൊക്കെ ഒന്ന് അഴിച്ചു കെട്ടട്ടെ. അങ്ങനെ ഞാൻ ആടുങ്ങളെയൊക്കെ അഴിച്ച് മാറ്റി കെട്ടിട്ടോ. നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ കുറച്ച് പണികളുണ്ട്, മുറ്റമൊക്കെ അടിക്കാനുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെയൊക്കെ അവസ്ഥ കേട്ടോ. ഫുള്ള് ഇലയൊക്കെ ചാടി കിടക്കുകയാണ്. അങ്ങനെ ഇതാ ഇനി നമുക്ക് മുറ്റം അടിച്ച് വൃത്തിയാക്കിയിടാം കേട്ടോ. അങ്ങനെ ഞാൻ എന്താ മുറ്റമടിക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പ് ഒക്കെ നല്ല തെളിച്ചിട്ടേക്കുന്നുണ്ട്. അവിടെ ഒക്കെ അടിച്ച് വാരണം. കയറി വരുന്ന വഴിയൊക്കെ ഇതുപോലെ നല്ല തെളിച്ചിട്ടേക്കുക, പുല്ലൊന്നും ഇല്ലാതെ. അപ്പോൾ അതൊക്കെ അടിച്ച് വാരണം. അങ്ങനെ ഇതാ നമ്മൾ മുറ്റവും പറമ്പൊക്കെ അടിച്ച് വാരി. അതൊരു വലിയ പണിയായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു. ഇതോ അങ്ങ് വരെ അടിച്ച് വാരണം കേട്ടോ. അതുകൊണ്ടോ നമ്മളെല്ലാവരും അടിച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അടിച്ചവിടെ കൂട്ടി നമുക്ക് സന്ധ്യാകുമ്പം കത്തിക്കാം. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പശുവിനെ കഴിച്ച് തൊഴുത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഉച്ചക്കറവേ ഉള്ളതുകൊണ്ട് നമുക്ക് പശുവിനെ കറക്കാനുള്ളതാണ്. അപ്പം ഞാൻ എന്താ വീണ്ടും പശുവിനെ ഉച്ചയ്ക്ക് കുളിപ്പിക്കുകയാണ് കേട്ടോ. നല്ല വെള്ളത്തിൽ കുളിപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ കറക്കാനുള്ളതാണ്. അപ്പോൾ ദാ വീണ്ടും പശുവിനെ കുളിപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും പശു ഞാനുമായിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് ചവിട്ടും കുത്തും തൊഴിയൊന്നും ഇല്ലാതെ ഞങ്ങളങ്ങനെ കൂട്ടായി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം വെള്ളം ഒഴിച്ച് ഞങ്ങൾ തണുപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പശുവിനെ. അതിനിടയ്ക്ക് അവൾ ചാണകം ഇട്ട് വന്നു. അങ്ങനെതാ ഞാൻ പശുവിൻ്റെ മേത്തൊക്കെ നിറയെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. നല്ലോണം തണുക്കട്ടെ. വെള്ളം ഒഴിക്കുമ്പോൾ അവളിങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വാലാട്ടുന്ന പരിപാടി ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ശല്യമൊന്നും ഉണ്ടായില്ല കേട്ടോ അവളെ കൊണ്ടേ. അങ്ങനെ ഞാൻ കുറേ നേരം മേത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിച്ചിട്ട് തൊഴുത്തിൽ കയറ്റി കെട്ടിയിട്ടോ. ഇനി നമുക്കിവളെ കറക്കാനുണ്ട് കേട്ടോ. എന്നിതാ നമ്മൾ കയ്യിൽ എണ്ണയൊക്കെ ആക്കിയിട്ട് പശുവിനെ കറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. രാവിലെയൊക്കെ കറന്നുകൊണ്ട് പിന്നെ അവൾക്ക് തന്നെ പരിചയമായി. അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ അവൾ അനങ്ങാതെ നിന്നോളുവേ.
അങ്ങനെ ഞാൻ വീണ്ടും പശുവിനെ കറക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഉച്ചക്കറ വയ്ക്കുള്ള രാവിലത്തെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ എന്താ പശുവിന് കറക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് ഇവളിങ്ങനെ വാലാട്ടും കേട്ടോ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു തൊന്തരവെന്ന് പറയുന്നത്. പിന്നെ വാലാട്ടാതെ നിൽക്കടി അനങ്ങാതെ നിൽക്കടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളവിടെ അനങ്ങാതെ നിന്നോളും. അങ്ങനെ ഞാൻ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പണിയും എന്നെക്കൊണ്ട് പറ്റും എന്ന് ഞാൻ തെളിയിച്ചു കേട്ടോ. പശു പാവമായതുകൊണ്ട്. നമ്മൾ കറന്നെടുത്ത പാലൊക്കെ വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചു. നമ്മൾ എന്തൊക്കെ പണി പഠിച്ചു അല്ലേ. അങ്ങനെ പാലൊക്കെ കറന്നെടുത്തുകൊണ്ട് വന്നു. നമുക്കിനി പാത്രത്തിലേക്ക് പാലും കൊണ്ടുവന്ന പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു റെഡിയാക്കി വെക്കാം കേട്ടോ. പിന്നെ ഒരു 3-3:30 ആകുമ്പോഴത്തേനും നമുക്ക് സൊസൈറ്റിയിൽ പാലും കൊണ്ട് പോകേണ്ടതുണ്ട്. 3:30 ആകുമ്പോഴത്തേനും ചെല്ലാനാണ് അവിടെ സൊസൈറ്റിയിലുള്ളവർ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പാലൊക്കെ അരിച്ച് ഒഴിച്ച് പാത്രത്തിലാക്കി വെക്കാം അപ്പോഴത്തേക്ക്. പിന്നെ വേഗം റെഡിയായി പോയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ പാലൊക്കെ അരിച്ച് അവിടെ ഒഴിച്ചു. നമ്മൾ രാവിലത്തെ വലിയ പാത്രമല്ല, ഉച്ചക്കത്തെ പാൽ കൊണ്ടുവന്ന ചെറിയ പാത്രമാണ് കേട്ടോ. ഇത്രയും പാലുണ്ട്. നമുക്കിനി അത് അടച്ച് ഇവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ആ പാല് കറന്നുകൊണ്ട് വന്ന പാത്രമൊക്കെ നല്ലോണം കഴുകി കമത്തി വെച്ചു കേട്ടോ. എന്നിട്ട് എൻ്റെ കൈയൊക്കെ കഴുകി. ഇനി നമുക്ക് പാല് കൊണ്ട് കൊടുക്കാനുള്ള പരിപാടി നോക്കാം. റെഡിയാവാം. കൈ മുഖമൊക്കെ കഴുകി റെഡിയായി. നമുക്കിനി പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകാവേ. അപ്പോൾ പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് സൊസൈറ്റിയിലേക്ക് പോകാവേ. അങ്ങനെ ചെറിയ പാത്രത്തിലാണ് കേട്ടോ പാലെടുത്തേക്കുന്നത്. നമ്മൾ പോണ വഴിക്കതേ ആടുങ്ങളവിടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പാലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴി ഇവരെ അഴിച്ച് തീറ്റി വീട്ടിലോട്ട് പോകാവേ. അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം. ദാണ്ട അവിടെ ഒരെണ്ണം റെസ്റ്റിലായി കിടക്കുകയാണ് കേട്ടോ. ഇവർ ഈ പാറപ്പുറത്തുനിന്ന് മാറില്ല. ഞാൻ ആദ്യം വന്നപ്പോഴും ഈ പാറപ്പുറത്ത് കിടക്കുമായിരുന്നു, ഇപ്പോഴും പാറപ്പുറത്ത് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാലും കൊണ്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. എന്തായാലും നമ്മൾ രാവിലെ മഞ്ഞ് മൂടി കിടന്ന വാഴത്തോട്ടമാണ് കേട്ടോ. ഇപ്പം നല്ല വെയിലൊക്കെ ആയിട്ടോ. ഉച്ച കഴിഞ്ഞല്ലോ, നല്ല വെയിലായിരുന്നു. എന്തായാലും പാൽ കൊണ്ട് കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ പാലുമായിട്ട് സൊസൈറ്റിയിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റി കേട്ടോ, പാൽ സൊസൈറ്റി. ഇതിനപ്പുറത്ത് നിന്ന് ഷട്ടറിട്ടാണ് അരി പൊടിപ്പിക്കുന്ന മില്ല്. അരി പൊടിപ്പിക്കും. അവിടെ എണ്ണ കൊപ്രയൊക്കെ ആട്ടി എണ്ണയാക്കി തരും. അങ്ങനെയൊക്കെയുള്ള മില്ലായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നു വഴിക്ക് നമ്മുടെ ആ വാഴത്തോട്ടത്തിൽ 2 പശുക്കുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു വെള്ള പശു, ഒരു കറുത്ത പശു നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കൂടെയും വെള്ളക്കൊക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പോഴത്തേനും പശു കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തൊക്കെ വന്നു കേട്ടോ. പശുവിൻ്റെ ബന്ധുക്കാരാന്ന് വിചാരിച്ചിട്ടായിരിക്കും, പശുവിൻ്റെ വീട്ടുകാരാന്ന് വിചാരിച്ചിട്ടായിരിക്കും. നമ്മുടെ ആട്ടുംകുട്ടികളൊക്കെ എന്നിട്ട് ഞാൻ അയച്ചു വിട്ടു കേട്ടോ. ഇനി ഇവരെ ഒന്ന് തീറ്റി വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയാണേ. അപ്പം ഈ ദൈവമേ, നാട്ടുകാരെ വാഴയൊക്കെ തിന്നാൻ പോകുന്നേ. അങ്ങനെ ആട്ടുങ്ങളെ ഞാനിവിടെ അഴിച്ചു. കയറ് ഒരറ്റം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലൂടെയൊക്കെ പോകും. എനിക്ക് വയ്യ പിന്നെ ഇതിൻ്റെ പിന്നാലൊന്നും ഓടാനൊന്നും. അപ്പോൾ ഒരു കൊക്ക് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ ആടും പശുവൊക്കെ ഇങ്ങനെ നടക്കുമ്പം ഈ പുല്ലിനകത്തുള്ള പ്രാണികളും അതും ഇതൊക്കെ പൊങ്ങി വരും. അപ്പോൾ അതുങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് ഇവർ പുറകെ നടക്കുന്നേ. ആടെല്ലാം ഞാൻ 2-3 എണ്ണത്തിന് അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ നേരം ഇതിൽ നിൽക്കുന്നു. ഇവിടെ പൈനാപ്പിളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആടൊക്കെ അങ്ങോട്ട് കയറി പോകാതെ നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്ത സ്ഥലത്തിൻ്റെ ഉടമ നമ്മളെ കാലവാരി നിലത്തടിക്കും. അങ്ങനെ ആടൊക്കെ ഇവിടെ നിന്ന് കിട്ടിയ സമയം കൊണ്ട് പുല്ലൊക്കെ തിന്നാണ് കേട്ടോ. ആടിനൊക്കെ പേരുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. ആൻറ്റി എന്നോട് പേരൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പോയത്. ഞാൻ പേരൊക്കെ മറന്നുപോയി കേട്ടോ. എന്തായിരുന്നോ എന്തോ. അങ്ങനെ ആടുകളൊക്കെ ഇവിടെ നിന്ന് എല്ലാവരും പുല്ല് തിന്നെയാണ്. അഴിച്ച് കൊണ്ട് വീട്ടിലോട്ട് പോകണ വഴിക്ക് എല്ലാവരും ആ കപ്പ വാട്ടിയിട്ടടുത്ത് കപ്പയുടെ പൊടിയുണ്ട്, അത് തിന്നാൻ വേണ്ടിയിട്ട് പോയിട്ടോ.
അത് നമ്മുടെ അമ്മാവൻ്റെ വീടാണ് കേട്ടോ ആ കാണുന്നതേ. അതൊരമ്മാവൻ്റെ വീടാണ്, ഇതും ഒരു അമ്മാവൻ്റെ വീടാണ്. ഇതിൻ്റെ മേലെ കാണുന്നത് ഈ അമ്മാവൻ്റെ പെങ്ങടെ വീടായിരുന്നു കേട്ടോ. ഒക്കെ പൊളിഞ്ഞു പോയി, ഇവരെല്ലാവരും താമസം മാറിപ്പോയിട്ട് ഇവിടെ ഒന്നും ഇപ്പോൾ ആൾ താമസമില്ല കേട്ടോ. ഇത് നമ്മുടെ അമ്മാവൻ്റെ വീടായിരുന്നു. അങ്ങനെ ആടുങ്ങളെയൊക്കെ തീറ്റി ഞാനിനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള അവിടെ ചെന്നിട്ട് തീറ്റാവേ. ഇപ്പം ആടുങ്ങളൊക്കെ ഞാൻ കയറാന്ന് വിട്ടു. ഞാൻ നിങ്ങൾ വീട്ടിലോട്ട് പോക്കോ. അതേ പാറപ്പുറത്തോടൊക്കെ കയറി പോകുന്ന പോക്കുണ്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലം ചിലവഴിച്ച അനിപ്പാറയാണ് കേട്ടോ. ദൈവം ഒരെണ്ണം വരുന്ന വരവ് നോക്കും. ദൈവമേ മാറി നിന്നില്ലെങ്കിൽ ഇടിച്ച് തെറിപ്പിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.